ഹായ് ഹലോ വെൽക്കം. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഒത്തിരി നാളിന് ശേഷം ഒരു വ്ളോഗാണ്. ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ 2025. എല്ലാവർക്കും ഒരു ഭാഗ്യവർഷമായിട്ട് മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് പുതുവർഷത്തിലെ എൻ്റെ ആദ്യത്തെ വ്ളോഗാണത്. അപ്പോൾ പുതുവർഷം വളരെ ഐശ്വര്യപൂർണ്ണമായിട്ടുള്ളൊരു വ്ളോഗുമായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് 23 ഡിസംബറിനാണ്, തിങ്കളാഴ്ച. പക്ഷെ ഞാനിത് അപ്ലോഡ് ചെയ്യുന്നത് പുതിയ വർഷത്തിലാണ്, 2025 കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഐശ്വര്യപൂർണ്ണമായിട്ടുള്ളൊരു വ്ളോഗുമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന്. അപ്പോൾ ഇന്ന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ. ഇന്ന് നമ്മുടെ അച്ചുവിനെയും ഐശുവിനെയും ഡാൻസ് പഠിപ്പിക്കാനായിട്ട് ചേർക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ പഠിപ്പിക്കുന്നത് ഹസ്ബൻഡിൻ്റെ തന്നെ സിസ്റ്ററാണ് ദേവി. പുള്ളിക്കാരി ഡാൻസ് ടീച്ചറാണ്. നമ്മുടെ ചിലങ്കാരം എന്നാണ് അവരുടെ ഡാൻസ് സ്കൂളിൻ്റെ പേര്. അപ്പോൾ അവിടെ തന്നെയാണ് നമ്മൾ തുടങ്ങിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ അമ്പലത്തിലൊക്കെ ഒന്ന് പോയിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് നമ്മുടെ സ്വന്തം ശ്രീഭൂതമ്മ ക്ഷേത്രമാണ്. നമ്മളവിടെ വന്ന് തൊഴുതു. എന്നിട്ട് നമുക്ക് ഡാൻസ് സ്കൂളിലോട്ട് പോകാമെന്ന് കരുതി. അങ്ങനെ ഡാൻസ് സ്കൂളിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ ഈ ചെറിയ മോൾക്ക് അവളെ എഴുതിച്ചിട്ട് പോലും ഇല്ല, എഴുത്തിനിരുത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതിനി നമ്മൾ മൂകാംബികയിൽ പോയിട്ട് എഴുത്തിനിരുത്തണം. അതിനു മുമ്പേ അവൾ ഡാൻസാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാ ടീച്ചറിന് കൊടുക്കാനുള്ള വെറ്റിലയും പാക്കും ദക്ഷിണയൊക്കെ എടുത്തു വച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം ഇവിടെ ഡാൻസ് സ്കൂളിൽ ക്രിസ്മസ് പ്രോഗ്രാമൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ബാലൻസ് ബലൂണും കാര്യങ്ങളൊക്കെയാണ് അവിടെ കിടക്കുന്നത്. അപ്പോൾ ടീച്ചർ വന്നിട്ടില്ല. അപ്പോൾ ആ സമയം കൊണ്ട് മക്കൾ രണ്ടുപേരും ഡാൻസൊക്കെ ചെയ്ത് കളിക്കുകയാണ് അവിടെ നിന്ന്. അപ്പോൾ ഈ കളിക്കുന്ന സാധനങ്ങളൊക്കെ ഡാൻസിൻ്റെ പ്രോപ്പർട്ടീസാണ്. പുറത്ത് പ്രോഗ്രാമിനൊക്കെ അവർ പോകുമ്പോൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ്. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അച്ചു ഐഷും. Dim dum da na da dim da na da dim dum da na da dim da na dim dum da na dim dum da na da dim da na o da ni da na di da na na o da ni da na di da na da di ya na da dim dum da na da dim da na dim dum da na da dim da na dim dum da na dim da na da dim da na na dim da na da dim da na da di ya na da na dim da na da dim da na na di ya na da na dim da na da di ya na da dim dum da na da dim da na dim dum da na dim dum da na da dim da na dim sare ga ma ga re ga ma pa ni sa ni da ni da ni da sa ni da ni sa ni ga ni sa ni re sa ni da ni sa ni ga ma ga re sa ni re sa dim dum da na da dim dum da na dim dum da na dim dum da na ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് തൊഴണം അല്ലെ? ഇതാണ് നമ്മുടെ ഡാൻസിന്റെ പൊസിഷൻ അല്ലേ? ഇങ്ങനെ പിടിച്ച് ഇതാണ് സമപാദം. പാദം സമമായിട്ട് വെച്ചോ. ഇതാണ് ഇങ്ങനെയല്ല, ഇതല്ല, ഇത് മണ്ഡലഭാഗം, ഇത് സമപാദം. നിന്നൊന്നേ നിന്നോ അങ്ങോട്ട്
അങ്ങനെ വളരെ സന്തോഷത്തോടെ ആ ഒരു ചടങ്ങ് അങ്ങനെ നടന്നു. അപ്പോൾ ഇനി അവരെ നല്ല രീതിയിൽ പഠിപ്പിച്ചെടുക്കണം എന്നൊക്കെ ഉള്ള ആഗ്രഹങ്ങളുണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് ഡെയിലി അവിടെ പോയി പഠിക്കുന്നതൊന്നും പോസിബിൾ അല്ല. അപ്പോൾ കഴിയുന്നത് പോലെ പോകുമ്പോഴും അല്ലാത്തപ്പോൾ ഓൺലൈനുമായിട്ടൊക്കെ പഠിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് ഭയങ്കര ആഗ്രഹമായിരുന്നു ഡാൻസ് പഠിക്കണമെന്നുള്ളത്. പക്ഷെ അപ്പോഴേ നമുക്കതിനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ മക്കളെങ്കിലും നന്നായി പഠിപ്പിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പെൺകുട്ടികളായപ്പോൾ തന്നെ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അത്രയൊക്കെ കളിച്ചപ്പോൾ തന്നെ തളർന്നു അവർ. അപ്പോൾ ഇനി നമുക്ക് പിറ്റേ ദിവസത്തെ കുറച്ച് വിഷ്വൽസ് കൂടെ കാണാം. അപ്പോൾ അത് അടുത്ത ദിവസം ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ രണ്ടുപേരും കൂടെ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഐഷുവിനെ ഇങ്ങനെ കൊണ്ടുപോകാനൊക്കെ ഭയങ്കര പാടാണ്. അവൾ ഓട്ടമാണ് ഭയങ്കരമായിട്ട് റോഡിൽ കിടന്നിട്ട്. പിന്നെ ഇത് അങ്ങനെ നമ്മുടെ വീടിൻ്റെ സൈഡിലുള്ള റോഡായത് കാരണം വണ്ടിയൊന്നും അങ്ങനെ വരില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ റോഡിലൂടെയൊക്കെ അവളെ കൊണ്ടുപോകാൻ പാടാണ് നല്ല. പിന്നെ പിറ്റേ ദിവസം ഡാൻസ് ക്ലാസ്സിൽ പോയപ്പോൾ കുറച്ച് കുട്ടികളൊക്കെ ഉള്ളായിരുന്നു. കാര്യം എല്ലാവരും ക്രിസ്മസ് വെക്കേഷനൊക്കെ ആയതുകൊണ്ട് എല്ലാവരും നാട്ടിലൊക്കെ പോയതായിരിക്കാം. അപ്പോൾ കുട്ടികളൊക്കെ കുറവായിരുന്നു, എങ്കിലും കുറച്ച് കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ അവർ ബേസിക് ആയിട്ടുള്ള കുറേ എക്സസൈസും കാര്യങ്ങളും ഒക്കെയാണ് അന്ന് ചെയ്യിച്ചത്. ഐഷുവിന് അന്ന് ഇച്ചിരി മടിയൊക്കെ ഉണ്ടായിരുന്നു ചെയ്യാൻ, എങ്കിലും അവളൊരു വിധമൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കൂട്ടുകാർക്കൊക്കെ ഈ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഐശ്വര്യ നല്ല മടിയായിരുന്നു കേട്ടോ അന്ന്. സാധാരണ അവൾക്ക് ഡാൻസൊക്കെ കളിക്കാൻ നല്ല ഇൻട്രസ്റ്റാണ്. പാട്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ഇഷ്ടത്തോടെ തന്നെ കളിക്കാറുണ്ട്. പക്ഷേ ഇത് ഇങ്ങനെ ഇങ്ങനെ ഒരു എക്സസൈസൊക്കെ ചെയ്യുന്നതുകൊണ്ടായിരിക്കാം ഇച്ചിരി മടിയുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു. പിന്നെ കുട്ടികളൊക്കെ ഉള്ളത് കൊണ്ട് അവരുടെയൊക്കെ ഒരു പ്രത്യേക ഒരു ഇതൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം പിന്നെ അവളങ്ങ് ഓക്കെ ആയി കുട്ടികളെയൊക്കെ കണ്ടപ്പോൾ. പിന്നെ അവർ ചെയ്യുന്ന രീതിയിലൊക്കെ എക്സസൈസൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഭരതനാട്യമാണ് നമ്മളിപ്പോൾ ചേർത്തിരിക്കുന്നത് പഠിക്കാനായിട്ട്. അപ്പോൾ നല്ല രീതിയിൽ പഠിച്ചു വരണം എന്നൊക്കെയാണ് ആഗ്രഹം. ദൈവം സഹായിക്കട്ടെ. അപ്പോൾ നല്ല രീതിയിൽ അവരെ ആ ഒരു കല അവരിൽ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.